ഹലോ ഓൾ, ഇന്നൊരു കിടിലൻ വ്ളോഗിലോട്ട് പോയാലോ? യെസ്, ഇന്നൊരു യാത്രയാണ്, അതും വന്ദേ ഭാരത്. ഫസ്റ്റ് ടൈം യാത്ര ചെയ്യുന്നതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. കയറി കോഫിയൊക്കെ കൊണ്ടുവന്നു, യാത്രയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല കിടിലൻ സീറ്റിങ്, നല്ല കിടിലൻ ആംബിയൻസ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ശരിക്കും എനിക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ പോയ ഒരു ഫീലായിരുന്നു. പിന്നെ ഒരു ഉണങ്ങിയ അപ്പമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. എന്താ പറയുക, നല്ല നല്ല വൃത്തിയാട്ടോ. എന്തെങ്കിലും തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ ലൈക്ക് വെള്ളമോ ചായയോ എന്തെങ്കിലും പോയതിന് ഉടനെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും അപ്പം തന്നെ ഞാൻ ഇങ്ങനൊരു വന്ദേ ഭാരതിൽ പോകണമെന്നായപ്പോഴേ കരുതി വ്ളോഗ് എടുക്കണമെന്ന്. ഫുഡ് പറയാതിരിക്കാൻ പറ്റില്ല, കിടിലം ഫുഡായിരുന്നു. മോർണിംഗ് മാത്രം കുറച്ച് മോശമായിരുന്നു, പക്ഷേ ഉച്ചത്തൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എത്ര പെട്ടെന്ന് കാസർഗോഡ് എത്തിയെന്നുള്ളത് ഒരു വിശ്വസിക്കാൻ പറ്റാത്തുള്ള ഒരു സംഭവമായിരുന്നു. ഒരു ട്രിവാൻഡ്രം ടു കാസർഗോഡ് യാത്ര ധാന്ന് പറഞ്ഞെത്തി. ഒരു ഒരു ആ ഒരു എന്താ പറയുക, ഒരു യാത്രാ ക്ഷീണം പോലും ഉണ്ടായിരുന്നില്ല, അത്ര കിഡിലായിരുന്നു ഗൈസ്. എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. യെസ്, അങ്ങനെ നമ്മൾ കാസർഗോഡ് എത്തി. അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ റൂമിലേക്ക് പോയി. ഇതാണ് ഞങ്ങൾ എടുത്ത റൂം. ഞാനും സിസ്റ്ററും ഒരു റൂമിലായിരുന്നു. നല്ല സൗകര്യം, നല്ല ലക്ഷറി റൂമായിരുന്നു, ഒരു രക്ഷയില്ല. മൊത്തത്തിലൊരു കിടിലൻ ട്രിപ്പുമായിരുന്നു. ശരിക്കും എന്താ പറയുക, നമ്മൾ വേറെ എവിടെയോ പോയൊരു ഫീലാണ്. കാസർഗോഡാന്നേ തോന്നത്തില്ല, അത്ര സൗകര്യങ്ങളും അടിപൊളി ആംബിയൻസും. റൂമായി ഇനി റെസ്റ്റ് എടുക്കണം, കാരണം യാത്ര കഴിഞ്ഞ് വന്നുകൊണ്ട് ഒന്ന് ഫ്രഷ് ആവണം. എന്നിട്ട് ഈവനിങ് ഞങ്ങൾ ഇനി അടുത്ത് പോകേണ്ട സ്ഥലങ്ങൾ കാണിച്ചു തരാം. നല്ല റൂം കേട്ടോ, നല്ല നല്ല കിട്ടില്ല റൂം, നല്ല സ്പേഷ്യസ്, നല്ല ലക്ഷറി റൂം, ഇഷ്ടമായി. നല്ല ആംബിയൻസും നല്ല ക്ലൈമറ്റും, ഇങ്ങനെ തൊട്ടടുത്ത് ബീച്ചൊക്കെയാണ്. നോക്കിക്കേ, നല്ല 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 ഭംഗിയാണ് കേട്ടോ. ഞാനെല്ലാം നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. വീഡിയോ ഫുള്ള് മുഴുവനും കാണുക ആൻഡ് ഡു സപ്പോർട്ട്. വന്നിട്ട് ബേക്കലാണ്. ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെയാണ്. അവിടെ ബീച്ചും കാര്യങ്ങളും, നല്ല നല്ല ഹോട്ടൽസും ഒക്കെ ഉള്ള, നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല കിടിലം സ്ഥലമാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ, വിസിറ്റ് ചെയ്യുക. ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കൊരു കാം അല്ലെങ്കിൽ ഒരു പീസ്, ഒരു മൈൻഡ് റിലാക്സേഷന് ഇതുപോലത്തെ സ്പോട്ട് നല്ലതായിരിക്കും നമ്മുടെ ഈ ഒരു സിറ്റി സൈഡിൽ നിന്ന് മാറി വരുമ്പോഴത്തേക്കും. കാരണം വഴികളാണെങ്കിലും ഒക്കെ എല്ലാം നല്ലതാണ്, നല്ല പ്ലേസാണ്. എന്നെ കൊണ്ട് പറ്റുന്നിടത്താണ് ഞാൻ ഈ കാസർഗോഡിൽ നിന്ന് തിരിച്ചു വരുന്നവരെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ കളക്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതാണ് കിരൺ റോക്സ്. ഈ ഒരു യാത്രയുടെ പിന്നിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? യെസ്, അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതെ, ഞങ്ങളൊരു വർക്ക് മീറ്റിംഗ് ആയിട്ട് താജ് ബേക്കറിൽ വന്നേക്കാണ് കാസർഗോഡ്. അപ്പോൾ അങ്ങനെ പൊളിയല്ലേ. മീറ്റിങ്ങിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. കോൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് റൂമിലാണ് റെഡിയായി നിൽക്കുന്നത്. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബേക്കറിൽ ഒരു കിടിലൻ സ്പോട്ടാണ്, പ്രത്യേകിച്ച് താജ്. അങ്ങനെ ഞങ്ങൾ താജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് താജിലെ വിശേഷം. താജിലെ കുറച്ച് ഷോർട്സ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ കണ്ടോളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പ്ലേസായിരുന്നു. ക്ലയൻറ്റിനെ കണ്ടു, സംസാരിച്ചു. പിന്നെ താജിൽ തന്നെ ഓരോ സ്പോട്ടിലോട്ട് പോയി. കൂടെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ശരിക്കും എനിക്ക് ഹാപ്പി ആയിരുന്നു കേട്ടോ. യെസ്, അങ്ങനെ ഞങ്ങളിപ്പം താജ് കാസർഗോഡിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അടുത്ത ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റൂംസ് ബുക്ക് ചെയ്യാനുണ്ട്, കുറച്ച് പ്രോപ്പർട്ടീസ് കുറച്ച് നോക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞ് ഫൈനലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ ഓൾറെഡി എല്ലാം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ അടുത്ത യാത്ര തുടരും. സോ ഇന്ന് തന്നെ ഇവിടത്തോടെ എല്ലാം ഞങ്ങൾ തീർക്കും. ഓൾമോസ്റ്റ് ഒരു 80% ഓൾറെഡി എല്ലാം ഡണ്ണാണ്. ഇവിടുത്തെ എന്താ പറയുക, താജിലെ സെറ്റപ്പുകളാണെങ്കിലും അല്ലാതെ പുറത്തുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളി. ഇവിടുത്തെ ആൾക്കാരാണ് ഏറ്റവും സൂപ്പർ. ലാംഗ്വേജ് ഒന്നും വലിയ പ്രശ്നമല്ല കേട്ടോ. ഞാൻ കരുതി ലാംഗ്വേജൊക്കെ പാടായിരിക്കും, നമ്മൾ പറയുന്നതായിരിക്കില്ല അവർ പറയുന്നത് എന്നൊക്കെ കരുതി. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എന്താ പറയുക, നല്ലതാണ്.
അതിനുശേഷം ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയി. കിടില ഫുഡായിരുന്നു. പിന്നെ സ്വീറ്റൊക്കെ കഴിച്ചു. ഒരു ഡയറി മിൽക്ക് ഫുള്ളിരുന്ന് ഞാൻ തിന്നു. എന്നിട്ട് ഞങ്ങൾ റൂമിൽ പോയി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരാഗ്രഹം, ഞങ്ങൾക്ക് ബീച്ചിൽ പോകണമെന്ന്. യെസ്, അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ വന്നു. ഇത് കാപ്പിൽ ബീച്ച് എന്നാട്ടോ പറയുന്നത്. ഒരു രക്ഷയില്ല, നല്ല വൈബായിരുന്നു. എൻ്റെ മുടിയൊക്കെ എങ്ങോട്ടേക്ക് പറത്ത് പോയി. ഞാൻ ഫുള്ള് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, എല്ലാവരും ഇത് മൊത്തത്തിൽ കാണുക. ഇതെന്തിനാണ് ഞാനിങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ കാറ്റും മഴയുടെ ഇത് കാരണം ഞാൻ പറയുന്ന വോയിസ് ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് കൊടുക്കേണ്ടി വരുന്നത്. എൻ്റെ വോയിസ് എല്ലാ സ്ഥലത്തും എത്തിയാലല്ലേ കാര്യങ്ങൾ ഭംഗിയാവുള്ളൂ. അങ്ങനെ തന്നെ. ഇത് ആ ബിൽഡിങ് കണ്ടു, അവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചത്. ഓ, സെറ്റ് സ്ഥലമാണ്. ഒതുങ്ങി നിൽക്കാത്ത സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്ര അടിപൊളിയായിരുന്നു. നല്ല പൊടി മഴ, പെരുമഴയൊക്കെ ആണെങ്കിൽ തീർന്നു. എൻ്റെ ടീഷർട്ടിൽ കാണാം നിങ്ങൾക്ക് ആ ഒരു പൊടി മഴയായിരുന്നു കേട്ടോ. എൻ്റെ പുതിയ ടീഷർട്ടിൽ മഴയും നനഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് ടൈം അറ്റ് കാസർഗോഡ്. അതും കാപ്പിൽ ബീച്ച്. ഇവിടെ പോയിട്ടുള്ളവർ എനിക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണം. അവിടെ ഇനി പോകും, അത് അതുപോലെ പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് അല്ലേ? എൻജോയ് യുവർ ലൈഫ്. ആരുമില്ല, വെരി പീസ്ഫുൾ. ചെറിയ മഴയൊക്കെ നനഞ്ഞങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട്. സോ ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം കഴിച്ചു. എല്ലാ നൈറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു, നല്ല ഹാപ്പിയാണ്. മീറ്റിങ്ങും എല്ലാം നമ്മൾ കഴിഞ്ഞു. ഇനി ഉറങ്ങുക. നാളെ ഏർലി മോർണിംഗ് അല്ല, മോർണിംഗ് ആണ് നമുക്ക് അടുത്ത ട്രെയിനുള്ളത്. നമുക്ക് അടുത്ത യാത്രയാണ്, ബാക്ക് ടു ഹോം എന്ന് വേണമെങ്കിൽ പറയാം. സോ അതിൻ്റെ ഒരു ഇതിലാണ് പോകുന്നുണ്ട്. ഇത് മിസ് ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഹാപ്പി. അതാണല്ലോ നമുക്കിപ്പോൾ വേണ്ടത്. അത് അങ്ങനെ തന്നെയാണ്. നല്ല പീസ്ഫുള്ളാണ്, നല്ല ഹാപ്പിയാണ്. അടിപൊളി. ഇങ്ങനൊരു വർക്ക് ചെയ്യാൻ പറ്റുന്നതന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. കാരണം രാവിലെ എഴുന്നേൽക്കാനുള്ളതുകൊണ്ട് ചേച്ചിയും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു, ലേറ്റ് ആവുന്നതുകൊണ്ട്. പിന്നെ രാവിലെ എണീറ്റും എല്ലാം റെഡിയായി, ഞങ്ങൾ സെറ്റായി റൂം ചെക്കൗട്ട് ചെയ്തു. കാസർഗോഡിൽ നിന്ന് ബൈ പറയുന്ന ടൈമാണ്. സോ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. സോ നെക്സ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മോർണിംഗ് ക്യാബ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളതിൽ ഞാനും സിസ്റ്ററും കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നല്ല മഴയുണ്ടായിരുന്നു. വന്ദേ ഭാരത് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ വന്ദേ ഭാരത് വന്നു. ഈ വന്ദേ ഭാരത് വാഷ്റൂമിനകത്ത് ഹാൻഡ് വാഷ്, പുറത്ത് വേറെ ഇല്ല. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. പിന്നെ ഫുൾ AC ആയതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് ഇരുന്ന് കംഫർട്ടായിട്ട് പോകാനും പറ്റുന്നുണ്ട്. അങ്ങനെ യാത്ര തുടർന്നു. പിന്നെ രാവിലെ തന്നെ നമുക്ക് ന്യൂസ് പേപ്പർ കിട്ടും കേട്ടോ. ഒരു ബോട്ടിൽ വെള്ളം, മാതൃഭൂമിയുടെ ന്യൂസ് പേപ്പർ ഫോർ മലയാളം റീഡേഴ്സിന്, ഇംഗ്ലീഷിന്, ഹിന്ദുവും കിട്ടും. അത് എല്ലാവർക്കും കോമൺ ആയിട്ട് അവർ തരുന്നതാണ്. ചാർജിങ് പോർട്ടിങ്സ് ഒക്കെ നമുക്ക് ഓരോ സീറ്റിലുണ്ട്. നമ്മുടെ തിയേറ്റർ മോഡൽ സീറ്റ്സാണ്. നമുക്ക് ബാക്കിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ലെഗ് ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിനൊക്കെ പൊക്കാനും താക്കാനും ഒക്കെ പറ്റും. എല്ലാ സൗകര്യങ്ങളുണ്ട്. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. പിന്നെ ചായയാണ് എനിക്ക് രാവിലെ കിട്ടിയ മസാല ടീ ആട്ടോ, അത് കുടിച്ചു. പിന്നെ അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സെക്കൻഡ് നമുക്കൊരു കോഫി വേണമെങ്കിൽ വേണം, അല്ലെങ്കിൽ ചായ വേണം. സോ ഞാൻ മോർണിംഗ് ചായ കുടിച്ചുകൊണ്ട് ഇപ്പോൾ കോഫിയാണ്. കാരണം ലാസ്റ്റ് ടൈം ഞാൻ അങ്ങോട്ടേക്ക് കാസർഗോഡിലേക്ക് പോകുമ്പോൾ എനിക്ക് വന്ദേ ഭാരതിലുള്ള ലൈക്ക് കോഫി കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ടീ ആയിരുന്നു എനിക്ക് അപ്പോഴും കിട്ടും. സോ കോഫി എടുത്തു. പിന്നെ കൂടെ 2 കുക്കീസ്, ബിസ്ക്കറ്റും വരുന്നുണ്ട് കേട്ടോ. യൂണിബിക്കിൻ്റെ ഓട്സ് ഡൈജസ്റ്റ്. സോ അവർ ഹോട്ട് വാട്ടർ കൊണ്ടുവരുമ്പോൾ നമ്മളിത് ഈ മിക്സ്ചറിട്ട് അപ്ലൈ ചെയ്താണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഇതേ ഉച്ചഭക്ഷണം എത്തി. ഉച്ചഭക്ഷണം കാണണ്ടേ എന്തൊക്കെയാണ്, ഫുൾ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അങ്ങനെ ട്രിവാൻഡ്രം എത്തി. ട്രെയിൻ സ്ലോ ഡൗൺ ആവുകയാണ് നമ്മുടെ ഇതിലേക്ക് നിർത്താൻ, പ്ലാറ്റ്ഫോമിൽ നിർത്താനായിട്ട്. സോ ഇതൊക്കെയാണ് കാസർഗോഡുള്ള യാത്ര. സോ ഐ ഹോപ്പ് എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഡു സപ്പോർട്ട്. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. യെസ്, നല്ല വന്നിറങ്ങിയപ്പോൾ തന്നെ കിടിലം മഴയായിരുന്നു. അങ്ങനെ ഞാൻ എത്തി.